ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ചരിത്രപരമായ വഴിത്തിരിവ്. രാജ്യത്തിന്റെ ഏറ്റവും ശക്തവും ഭാരമേറിയതുമായ വിക്ഷേപണ വാഹനമായ LV-M3 റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യയും പ്രവർത്തന ചുമതലകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ച LV-M3 റോക്കറ്റിന്റെ നിർമ്മാണം, പ്രവർത്തനം, വാണിജ്യവൽക്കരണം എന്നിവ ഏറ്റെടുക്കാനാണ് ഇന്ത്യൻ കമ്പനികളെ ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ആകട്ടെ, അതായത് ഇൻസ്പേസ് താൽപര്യപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പരിഷ്കാരത്തിൽ ഒന്നാണ് ഇത്, അല്ലെങ്കിൽ ആ ഒരു നീക്കത്തെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. വർഷങ്ങളായി തന്നെ ISRO വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക വിക്ഷേപണ സാങ്കേതിക വിദ്യ ഇനി സ്വകാര്യ വ്യവസായ രംഗത്തേക്കും കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. ഈ നീക്കത്തിലൂടെ തന്നെ ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ വിപണി കൂടുതൽ ശക്തിപ്പെടുമെന്നും ആഗോള ലോഞ്ച് സേവന രംഗത്താകട്ടെ രാജ്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ഭാവിയിലെ അത്യാധുനിക ദൗത്യങ്ങൾ, മനുഷ്യ ബഹിരാകാശ യാത്രകൾ, ആഴക്കടൽ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയ്ക്ക് അവസരം ലഭിക്കുമെന്നും രാജ്യത്തിന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്ന നിർണായക തീരുമാനമെന്ന നിലയിലേക്കാണ് ഈ പ്രഖ്യാപനത്തെ കണക്കാക്കുന്നത്. വമ്പിച്ച പൊലോഡ് ലിഫ്റ്റിംഗ് ശേഷി കാരണം ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റ് എന്ന് പലപ്പോഴും തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന LV-M3 വിശ്വസനീയമായ ഒരു ഹെവി ലിഫ്റ്റ് ലോഞ്ചറായി തന്നെ സ്വയം സ്ഥാപിക്കപ്പെടുന്നതാണ്. 3 ഘട്ടങ്ങളുമായുള്ള ഈ വാഹനം നിരവധി ഇന്ത്യൻ അന്തർദേശീയ ഉപഗ്രഹങ്ങളെ വിജയകരമായി തന്നെ വിന്യസിപ്പിക്കുകയും 2023 ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആഗോള അംഗീകാരം നേടുകയും ചെയ്തവയാണ്. അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ അതിന്റെ വാണിജ്യ സാധ്യതകൾ പ്രകടമായിക്കൊണ്ട് തന്നെ വൺവേ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ദൗത്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒന്നായി തന്നെ മാറുന്നതാണ്. അതേപോലെ തന്നെ EOI രേഖ പ്രകാരം വിക്ഷേപണ വാഹനം വാണിജ്യപരമായി തന്നെ നിർമ്മിക്കുവാനും പ്രവർത്തിക്കുവാനും വിപണനം ചെയ്യുവാനും പ്രാപ്തിയുള്ള അനുയോജ്യമായ ഒരു സ്വകാര്യ വ്യവസായ പങ്കാളിക്ക് സാങ്കേതികവിദ്യ കൈമാറുക എന്നതാണ് ഇതിലൂടെ തന്നെ ഇവർ ലക്ഷ്യമിടുന്നത്. അതേപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനിക്കോ അല്ലെങ്കിൽ കൺസോർഷ്യേഷനോ 42 മാസത്തെ ഒരു നിശ്ചിത കാലയളവിലേക്കോ അല്ലെങ്കിൽ 2 LV-M3 റോക്കറ്റുകൾ വിജയകരമായി തന്നെ വിക്ഷേപിക്കുന്നത് വരെയോ എന്താണ് ആദ്യം വരുന്നത് വരെ തന്നെ ഇസ്രായേലിൽ നിന്ന് വിപുലമായ ഒരു പിന്തുണ ലഭിക്കുമെന്നതാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയുടെയും അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെയും വലിയൊരു പങ്ക് പിടിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെയും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംരംഭം പുറത്തു വരുന്നത്. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ ലോഞ്ച് സേവനങ്ങൾ നൽകാൻ പ്രാപ്തമാക്കുന്നതിലൂടെ തന്നെ ലോഞ്ച് ഫ്രീക്വൻസിയിൽ വർദ്ധിപ്പിക്കുന്നതിനും നിലവിൽ അന്താരാഷ്ട്ര കമ്പനികൾ ആധിപത്യം പുലർത്തുന്ന മത്സരാധിഷ്ഠിത ഹെവി ലിഫ്റ്റ് ലോഞ്ച് വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ ഇവിടെ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ EOIയിൽ വിവരിച്ചിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള സ്ഥാനങ്ങൾക്ക് മാത്രമേ പങ്കിടാൻ കഴിയൂ എന്നതാണ്. അപേക്ഷകരാകട്ടെ ബഹിരാകാശ മേഖലയിലോ എയറോസ്പേസ് മേഖലയിലോ കുറഞ്ഞത് 5 വർഷത്തെ പരിചയമുള്ള, കുറഞ്ഞത് 7 വർഷമെങ്കിലും പ്രവർത്തിക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങളായിരിക്കണം എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തന്നെ 3 വർഷത്തിനിടെ ശരാശരി വാർഷിക വിറ്റുവരവ് 800 കോടി രൂപയിൽ കൂടുതലോ അല്ലെങ്കിൽ കുറഞ്ഞത് 2000 കോടി രൂപയുടെ മൂല്യനിർണ്ണയമോ ഉൾപ്പെടെ തന്നെ ശക്തമായ സാമ്പത്തിക യോഗ്യതകൾ ഈ കമ്പനി പ്രകടമാക്കണമെന്നും ഒരു മാനദണ്ഡമായി തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.